കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ കപ്പൽ ദുരന്തമാണ് 2025 മെയ് 24-ന് വിഴിഞ്ഞം തുറമുഖത്തു നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന MSC എൽസ-3 എന്ന കണ്ടെയ്നർ കപ്പൽ കടലിൽ മുങ്ങിത്താണത്. ലൈബീരിയൻ പതാകയോടുകൂടി പോവുകയായിരുന്ന ഈ കപ്പലിൽ അപകടകരമായ വസ്തുക്കളായ കാൽസ്യം കാർബൈഡ്, ഹൈഡ്രാസിൻ എന്നിവയുൾപ്പെടെ 643 കണ്ടെയ്നറുകളും 100 കണക്കിന് മെട്രിക് ടൺ ഡീസലും ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു. കപ്പൽ മുങ്ങിയതിന്റെ ഫലമായി 100-ലധികം കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകിപ്പോവുകയും അതിൽ 60ഓളം എണ്ണം ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായി വരുന്ന 120 കിലോമീറ്റർ തീരപ്രദേശത്ത് വന്നടിയുകയും ചെയ്തു. 1400 ടണ്ണോളം പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് കടലിൽ കലർന്നത്. അശ്രദ്ധമായ കപ്പൽ നിയന്ത്രണവും അപകടകരമായ ചരക്ക് കൈകാര്യം ചെയ്യലും തുടങ്ങി ഗുരുതര സുരക്ഷാ പിഴവുകളാണ് MSC കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മലിനീകരണം, രാസഭീഷണി, മത്സ്യസമ്പത്തിന്റെ നാശം എന്നിങ്ങനെ കപ്പൽ ദുരന്തം കേരളത്തിന്റെ സമുദ്ര പരിസ്ഥിതിയിലും സാമൂഹിക സാമ്പത്തിക മേഖലയിലും ഉണ്ടാക്കിയ ആഘാതങ്ങൾ വളരെ വലുതാണ്. അപകടം നടന്ന് ഒരാണ്ടിലേക്ക് അടുക്കാറാവുമ്പോൾ ഇന്നും തുടരുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് സീ ട്രൈബ്സ് ആരായിരുന്നു. കപ്പലിൻ്റെ അപകടത്തിന് ശേഷം സംഭവിച്ചതെന്ന് പറയുമ്പോഴേക്കും അതിലുണ്ടായിരുന്ന വസ്തുക്കൾ ഒഴുക്കിനനുസരിച്ചാണ് നീങ്ങുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഏത് ഭാഗത്തൊക്കെയാണ് അടഞ്ഞിട്ടുള്ളതെന്നുള്ള നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് വരുന്നത് പാരുകളിലാണെന്നുണ്ടെങ്കിൽ പാരിലുള്ള ജീവജാലങ്ങൾക്ക് വളരെ ദോഷം ചെയ്യുന്നൊരു പ്രക്രിയ നടക്കും. പിന്നെ അവിടെ ജീവിക്കാൻ വരുന്ന മീനുകളുണ്ട്. കാലാകാലങ്ങളിൽ ഓരോ സീസൺ അനുസരിച്ച് പോവുകയും വരികയും ചെയ്യുന്ന പ്രക്രിയയാണ് മീൻ നടത്തുന്നത്. അപ്പോൾ മീൻ ആ മേഖലയിൽ വരുന്ന സമയത്ത് ഈ സാധനം അവിടെ വന്ന് മൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു മീൻ നിൽക്കത്തില്ല. നമ്മളിപ്പോൾ ഒരു പ്രദേശത്ത് കുറച്ച് പാര് മീൻ നിൽക്കുന്ന ഭാഗത്തേക്കും പുതിയ കണ്ടെയ്നറിൽ വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ ഉള്ളവ പെട്ടെന്ന് പേടിച്ച് അത് അവിടം വിട്ട് മാറിപ്പോവുകയാണ്. പിന്നെ ഒരു പക്ഷേ പറയാം, ഇപ്പോൾ കണ്ടെയ്നറിൽ അവിടെ തന്നെ ആയിരുന്നാൽ രണ്ടാമത് നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ആ രാസവസ്തുക്കൾ അടങ്ങിയതാണോ ഇല്ലയോ നമുക്കൊന്നും നിരീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഉപരിതലത്തിൽ കാണുന്നത് മാത്രമാണ് നമുക്ക് കണ്ട് പറയാൻ പറ്റുന്നുള്ളൂ. അടിത്തട്ടിലുള്ളത് ഏകദേശം നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല എന്നുള്ളതാണ്. പ്രശസ്ത പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഡീസലിൻ്റെയും ഫർണസ് ഓയിലിൻ്റെയും ചോർച്ച സമുദ്രജീവികൾക്കും തീരദേശ ആവാസ വ്യവസ്ഥയ്ക്കും പെട്ടെന്നുള്ളതും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമായ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹൈഡ്രോ കാർബണുകൾ കടൽ പക്ഷികളുടെ മരണത്തിനും സമുദ്ര സസ്തനികളുടെ നാശത്തിനും കാരണമാകാം. കൂടാതെ എണ്ണപ്പാളികൾ, ഈ രാസവസ്തുക്കൾ കണ്ടൽ കാടുകളെയും അഴിമുഖങ്ങൾ, പവിഴപ്പുറ്റുകൾ തുടങ്ങിയ സംവേദനക്ഷമമായ പ്രദേശങ്ങളെ നശിപ്പിക്കുകയും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പ്രജനനത്തെയും തീറ്റ തേടലിനെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഈ കപ്പൽ അപകടം ഉണ്ടായാൽ പിന്നെ ഒരുപാട് ആശങ്കകളാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ പരത്തിയിരിക്കുന്നത്. പത്രവാർത്തകളിലൂടെ നമുക്കിപ്പോൾ കേട്ടത് തന്നെ അതിൽ വലിയ രാസവസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകളും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവയൊന്നും ഇന്ന് വ്യക്തമല്ല. ഇന്ന് കടലിൻ്റെ അടിത്തട്ടിൽ അത് കിടക്കുകയാണ്. അതിൽ ഈ ജലം പോലുള്ളവ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ അത് സ്ഫോടനം ഉണ്ടാക്കുമെന്നൊക്കെ പത്രവാർത്തകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കണ്ടെയ്നറെല്ലാം ഇന്നും ഈ കാണുന്ന കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്, എവിടെയോ കിടക്കുന്നുണ്ട്. ഞങ്ങളാ പോകുന്ന പ്രദേശങ്ങളിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ട് കണ്ടെയ്നർ കെട്ടി. ഇതാണ് വലകൾ. ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ എത്രയാണ്, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചാലും പൊട്ടിപ്പോകുന്നതാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന റോപ്പ് എന്ന് പറയുമ്പോൾ ഇത്ര കനമേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഈ കണ്ടെയ്നർ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ വല കീറുന്നതല്ലാതെ ഞങ്ങൾക്ക് കണ്ടെയ്നറിനൊന്നും പൊക്കി കിട്ടാൻ ഒരു സാഹചര്യം ഇല്ലാത്തതാണ്. അത് കാരണം ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വലകൾ നഷ്ടമായിട്ടും പിന്നെ അതുപോലെ ചൂണ്ടപ്പണികൾ ചെയ്യുന്നവർക്ക് ചൂണ്ടപ്പണി ചെയ്യാതിരിക്കാം. അത് ഇങ്ങനെ കണ്ടെയ്നറുകളെന്ന് പറയുമ്പോൾ ആലപ്പുഴ ഭാഗത്താണ് അത് എല്ലാവരും പറയുന്നത്. ആലപ്പുഴയല്ലേ, അപ്പോൾ തിരുവനന്തപുരത്തായ നിങ്ങൾക്ക് എന്താണ് ബാധകമെന്നാണ്. പക്ഷേ അതല്ല. അവിടെ നിന്ന് വരുന്ന ആ ചേലിന് ഇപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. അവിടെ ആലപ്പുഴ മുങ്ങിയപ്പോൾ തന്നെ 3-ാം ദിവസങ്ങളിൽ നമ്മൾ ഈ തിരുവനന്തപുരം കഴിഞ്ഞ് ഏകദേശം കന്യാകുമാരി ഭാഗങ്ങളിൽ ഈ കണ്ടെയ്നർ വന്ന് പൊങ്ങിയിട്ടുണ്ട്. അതിലും വെയിറ്റുകളുണ്ടായിരുന്നു. എന്നാൽ ചിലർ പറയും വെയിറ്റുകൾ ഉള്ളത് മാത്രമായിരിക്കും അവിടെ തന്നെ നിൽക്കുമെന്ന്. ഒരിക്കലും അല്ല. അത് സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളത് ഈ തെക്ക് ഭാഗത്തേക്ക് അത് ഒഴുകി വരിക തന്നെ ചെയ്യുമായിരുന്നു. ആ കാലങ്ങളിലെ കണ്ടെയ്നർ പൊട്ടി പ്ലാസ്റ്റിക് വസ്തുക്കളുണ്ടല്ലോ, നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു ബഡൻസിൻ്റെയും മുത്തിൻ്റെ രൂപങ്ങളിലൊക്കെ ആയിരുന്നത്. അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അതൊക്കെ ഇന്ന് ഇവിടങ്ങളിലുണ്ട്. ഇതിപ്പോൾ അടുത്ത 2 മാസം കഴിയുമ്പോഴേക്കും ഈ കാണുന്ന കടൽ കരയിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇരിക്കുന്ന മണ്ണ് അത്രയും വലിച്ച് അത് കൊണ്ടുപോകുമ്പോൾ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് വസ്തുക്കൾ, ആ പൊടി ഇതടക്കം കൊണ്ടുപോവുകയാണ്. ഇതിനെ ഇനി മീൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ മീനിനെന്താകുമില്ലെന്നുള്ളത്
ശരിക്കും ആ ഗവേഷണം ചെയ്യുന്നവർക്ക് തന്നെ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ വസ്തു കഴിച്ചു കഴിഞ്ഞാൽ ആ മത്സ്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. പന്ത്രണ്ട് കണ്ടെയ്നർ കാൽസ്യം കാർബൈഡിന്റെ സാന്നിധ്യം പ്രത്യേകം ആശങ്കയുണ്ടാക്കുന്നതാണ്. കാൽസ്യം കാർബൈഡ് കടൽ വെള്ളവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അതീവ ജ്വലനശേഷിയുള്ളതും സ്ഫോടനാത്മകവുമായ അസറ്റിലിൻ വാതകവും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതുമൂലം ജലത്തിന്റെ pH അളവ് വർദ്ധിക്കുന്നു. ഇത് സമുദ്രജീവികളുടെ നാശത്തിന് കാരണമാവുകയും കടൽ ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കുകയും ചെയ്യും. കപ്പലപകടം നടന്ന സമയത്ത് നിയന്ത്രണങ്ങൾ യഥേഷ്ടം സർക്കാർ ഞങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ആ കപ്പൽ അപകടമുണ്ടായ ഭാഗത്ത് ആ ചുറ്റുവട്ടത്ത് ഒരു 10-70 കിലോമീറ്ററൊക്കെയാണ് തന്നിരിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് ആരും പോകരുത് എന്നൊക്കെയാണ് നിർദ്ദേശം തന്നത്. പക്ഷേ ഇവിടെയും ആ സമയങ്ങളിൽ ആരും പോകരുതെന്നാണ് ആ സമയത്ത് നമുക്ക് നിർദ്ദേശം തന്നത്. ഒരു ചില ദിവസങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ നിയന്ത്രണം കഴിഞ്ഞിട്ടും മത്സ്യബന്ധനത്തിന് പോയി കൊണ്ടുവരുന്ന മീനുകൾക്ക് യഥേഷ്ടം കഴിഞ്ഞ നാളുകളെപ്പോലെ മീനിന് വില കിട്ടാണ്ടായി. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ കണ്ടെയ്നറാണ് ഇപ്പോൾ കടലിൽ കിടക്കുന്നതും അത് കാരണം രാസവസ്തുക്കളുണ്ട്. ഇത് മീനുകൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഈ മീനിനെ ഭക്ഷിക്കുമ്പോൾ മാരക രോഗങ്ങളുണ്ടാകും. നമുക്ക് കരയിൽ ഉടനീളം ഇതിപ്പോൾ പരന്നു കഴിഞ്ഞു. ഇത് കാരണം ഞങ്ങൾ മത്സ്യം പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ യഥേഷ്ടം അതിനുള്ള നേരത്തെ കിട്ടിയ വില കിട്ടാണ്ടായി. മീനുകൾ വാങ്ങരുത്, പിടിക്കാൻ പോകരുത് എന്നൊക്കെ കുറേ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ കരയിൽ അതിനേക്കാളും ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിക്കുള്ള, ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത രീതിക്കുള്ള സംസാരവും കാര്യങ്ങളുമാണ് കരയിൽ നടക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അത് ഇനിയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അസംസ്കൃതമായ വസ്തുക്കൾ ആ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ കണ്ടെയ്നറുകൾ ആരും ഇതുവരെ എടുത്തു മാറ്റിയതായിട്ട് അറിയാത്ത കാരണം കൊണ്ട് ആ സാധനം ഇപ്പോഴും കടലിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ സാധനം അടുത്ത വർഷകാലം ആകുമ്പോഴേക്കും അത് തെക്കോട്ട് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഒരുപാട് ബാധിക്കും. നമുക്ക് കീളാച്ചേൽ വരും, അതുപോലെ തന്നെ മേലാച്ചേൽ, 2 ചേലുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് മേലാച്ചേലെന്ന് പറയുമ്പോൾ നല്ല ഭയം തന്നെയാണ്. നേരത്തെ ഉള്ളതിനേക്കാളും നല്ല ഭയമാണ്. കാരണം എന്ന് പറയുമ്പോൾ, ഈ മേല എന്ന് പറയുമ്പോൾ വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗം ഞങ്ങൾ ഈ കടപ്പുറം ഭാഗങ്ങളിൽ പറയുന്നതാണ് മേലാ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഉരുട്ടിയെടുത്തുകൊണ്ട് വരുന്ന മഴയും കാറ്റും ഈ കടലൊഴുക്കും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ആ ആലപ്പുഴയുള്ള ആ പറഞ്ഞ കണ്ടെയ്നറുകൾ തീർച്ചയായും ഇത് ആ ശക്തിയിൽ ഇത് ഉലയുകയും ഇതിന് കേടുപാടുണ്ടായി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുക്കൾ പുറത്തേക്ക് ഔട്ടാവുകയും പിന്നെ അതൊരു സ്ഫോടകമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ തീരദേശത്ത് ആകമാനം, അത് ഈ തിരുവനന്തപുരം എന്നല്ല, ആകമാനം അത് ബാധിക്കുക തന്നെയാണ് ചെയ്യുക. ഒരുപാട് വലക്കാർ ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. അവരുടെ വലകൾ ഇപ്പോൾ വിട്ട് ഒഴുകാൻ പറ്റുന്നില്ല. കാരണം ഈ കണ്ടെയ്നറുകൾ എവിടെ കിടക്കണമെന്ന് അറിയത്തില്ല. അവർ വല വലിക്കുമ്പോഴേക്കും കാണാം ഒന്നി വല വരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ വലയുടെ കണ്ടങ്ങളില്ല. വലകൾ മുറിഞ്ഞു പോകാറുണ്ട്, ഓട്ടോമാറ്റിക്കലി അത് മുറിഞ്ഞു പോകുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വല വലിച്ചെടുക്കാൻ പറ്റാതെ നമ്മൾ അറുത്ത് കളയേണ്ടി വരുന്നുണ്ട്. കാരണം നമുക്കത് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന സാധനം വലിച്ച് നമുക്ക് പൊക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ആ സ്ഥിരം പണി ചെയ്യുന്ന സ്ഥലത്ത് ഇല്ലാത്ത വസ്തുക്കളാണ് ഇപ്പോഴവിടെ നമ്മുടെ വലയിൽ കുടുങ്ങുന്നത്. അപ്പോൾ കുടുങ്ങുന്ന കാരണം കൊണ്ട് നമുക്കത് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത്രയും വലിയ കണ്ടെയ്നറുകൾ നമുക്ക് ഒരു ചെറിയ വള്ളത്തിൽ നിന്ന്, ഇതുപോലത്തെ ഒരു വള്ളത്തിൽ നിന്ന് ആർക്കെങ്കിലും വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴേക്കാണ് ഞങ്ങൾക്കത് മുറിച്ച് കളയേണ്ടി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് അതിൻ്റെ വലിയ നഷ്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ ഒരു വലിയൊരു ആശങ്ക ഞങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറെക്കുറെ അധികം ആൾക്കാരോടും ഞങ്ങൾ ആവശ്യപ്പെടാനേ ഞങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. ഈ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഈ കണ്ടെയ്നർ തീർച്ചയായിട്ടും അത് അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ് വേണ്ടത്. അല്ലാതെ 6 കിലോ അരിയോ അല്ലെങ്കിൽ 2000 രൂപയോ കൊടുക്കുക അല്ല ഞങ്ങൾക്ക് ആവശ്യം. പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ആ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഈ വരുന്ന മൺസൂൺ കാലത്ത് ഞങ്ങളെ ബാധിക്കുക. അത് ഇന്നില്ലെങ്കിൽ നാളെയെങ്കിലും അത് ബാധിക്കുക തന്നെ ചെയ്യും. ഗ്രീൻ പീസ് പുറത്തിറക്കിയ പഠന റിപ്പോർട്ടിൽ MSC കമ്പനിയുടെ ഗുരുതര പിഴവുകളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇവരുടെ അത്യാധുനിക മെഗാ കപ്പലുകൾ യൂറോപ്പ് പോലുള്ള ആഗോള റൂട്ടുകളിലും പഴയ കപ്പലുകൾ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ റൂട്ടുകളിലേക്കും വിടുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. കുറഞ്ഞ നികുതിയും കുറഞ്ഞ പരിശോധനാ നിബന്ധനകളുമുള്ള ലൈബീരിയ, പനാമ തുടങ്ങിയ രാജ്യങ്ങളുടെ ഫ്ലാഗ്സ് ഓഫ് കൺവീനിയൻസ് ഉപയോഗിച്ചാണ് ഈ പഴയ കപ്പലുകൾ ഭൂരിഭാഗവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2012 മുതൽ 2025 വരെ MSCയുടെ 4ഓളം കപ്പലുകളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. MSC എൽസ തന്നെ 21 സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 2010 റോട്ടർഡാമിൽ തടഞ്ഞു വച്ചിരുന്നു.
കപ്പലിലെ തുരുമ്പിനെക്കുറിച്ചും അഗ്നിസുരക്ഷയെക്കുറിച്ചും പിന്നീട് പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇതൊക്കെ അവഗണിക്കപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയ ദുരന്തം ഉണ്ടായത്. വിഴിഞ്ഞം പോലുള്ള വലിയ അന്താരാഷ്ട്ര തുറമുഖങ്ങൾ നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴേക്കും ഇനി ഇതുപോലുള്ള കപ്പലുകളും ഇതിനേക്കാളും മോശമായ കപ്പലുകൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അത് വീണ്ടും ഞങ്ങളെ എന്തുമാത്രം ബാധിക്കുമെന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞിരുന്നാൽ അത് ബാധിക്കുന്നത് ഞങ്ങളെയാണ്, തീരദേശ മത്സ്യത്തൊഴിലാളികളെയാണ് അത് ബാധിക്കുന്നത്. ഇനി ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോഴേ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനും ഞങ്ങൾക്കൊരു പരിഹാരം വേണം. ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ തീരക്കടലിൽ ഉണ്ടാകാൻ പാടില്ല. അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്ത് വന്നതിലൂടെ ഇനി ഞങ്ങൾക്ക് ബാധിക്കുക തന്നെയാണ്, മത്സ്യത്തൊഴിലാളികൾക്ക് ബാധകം തന്നെയാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ 13 കിലോമീറ്ററൊക്കെ പോകുമ്പോൾ അവിടെ ഒരു കപ്പൽ ചാലുണ്ടെന്ന് പറയും. അപ്പോൾ അതുവഴി വലിപ്പം കുറഞ്ഞ കപ്പലുകളാണ് അതുവഴി പോകുന്നത്. പിന്നെ പോകുമ്പോൾ 24 കിലോമീറ്റർ എന്ന് പറയും, അവിടെ ഒരു കപ്പൽ ചാലെന്നാണ് പറയുന്നത്, ആ വഴിയാണ് പോകുന്നത്. പിന്നെ 32 കിലോമീറ്ററിലുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ വളരെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്കൊരു ഇങ്ങനെ ഒരു ശാല ഉള്ളത് കാരണം കപ്പലുകൾ വളരെ കരക്കൂടെ വരും. ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള വലകളൊക്കെ ഒഴുക്കും വല കൊണ്ട് ഇത് താഴ്ത്തിയിടുന്ന വലയാണ്. അപ്പോൾ ഈ വലകളെല്ലാം ബാധിക്കുക തന്നെ ചെയ്യും. ബാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചൂണ്ടപ്പണിക്കാരൊക്കെ പല ഭാഗങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ കപ്പലുകൾക്ക് നമ്മൾ യഥേഷ്ടം മാറിക്കൊടുക്കണം. ഈ ഒരു തവണ നമ്മളവിടെ ഇരുന്ന് നമ്മുടേതായ മീൻ പിടിച്ച് ക്യാച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഈ മീൻ നമ്മുടെ അടുത്ത് വരണമെന്നില്ല. അപ്പോൾ അത് കാരണം നമ്മളെ ഒരുപാട് ബാധിക്കും. പക്ഷേ നമ്മളെ വിട്ടുകൊണ്ട് കപ്പലുകൾ ഒഴിഞ്ഞു പോകുമോ എന്നുള്ള ആശങ്ക കുറവുണ്ട്. ഇപ്പം തന്നെ ഒരു വാർത്ത കേട്ടായിരുന്നു, വിഴിഞ്ഞം ഭാഗത്ത് കുറച്ച് മത്സ്യത്തൊഴിലാളികൾ കപ്പലുകൾക്ക് പോകാൻ അവസരം കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കേട്ടായിരുന്നു. അത് അവർ കൊടുക്കാഞ്ഞതല്ല, അവർ നിത്യം അതായത് ഒരു ദിവസത്തെ ജോലിക്ക് വേണ്ടി പോകുന്നതാണ്. അതിനുള്ള മത്സ്യം പിടിക്കുന്ന സമയത്താണ് ഈ കപ്പൽ കടന്നു വരുമ്പോൾ അവർക്കത് വിട്ടുകളഞ്ഞുകൊണ്ട് മാറിപ്പോകാൻ പറ്റില്ല. അവരുടെ ഉപജീവനമാണ്, ആ ഉപജീവനത്തിൻ്റെ ഇടയിലൂടെയാണ് ഈ കപ്പലുകൾ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഈ കപ്പലുകൾ പോകേണ്ട ശരിക്കും ഒരു മാർഗരേഖ അവർ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാവണം. നിശ്ചയിച്ച് അതിലൂടെ മാത്രമേ കപ്പലുകൾ പോകാൻ പാടുള്ളൂ. അതിന് ഉള്ളിലോ കരയിലോ അങ്ങനെ യഥേഷ്ടം പോകേണ്ട രീതികളിൽ ഉണ്ടാക്കരുത്. ഉണ്ടായാൽ അത് ആകമാനം ഈ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കും എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഈ ആശങ്കകൾ അതീവ ഗൗരവത്തോടെ കണക്കിലെടുക്കപ്പെടേണ്ടവയാണ്. തൊഴിലിടങ്ങൾ കയ്യേറുന്ന കപ്പലുകൾ ജീവനും ഉപജീവനത്തിനും കനത്ത ഭീഷണിയാവുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. തൊഴിലെടുക്കുന്നതിന്റെ പേരിൽ കേസ് വരുമോ എന്ന് പേടിക്കേണ്ട ഗതികേടിലാണ് നമ്മുടെ മീൻപിടുത്തക്കാർ. കടലിന്റെ മക്കൾക്ക് എന്നതൊക്കെ പ്രകടന പത്രികയിൽ വയ്ക്കാൻ മാത്രം കൊള്ളാമെന്ന് തോന്നുന്നു. മുൻകാലങ്ങളിലെ പോലെ ഏതൊരപകടം സംഭവിച്ചാലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ പതിവടവായ നഷ്ടപരിഹാരം നൽകി ദുരന്തത്തെയും അപകടങ്ങളെയും ലഘൂകരിക്കാതെ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും ജൈവ വൈവിധ്യ സമ്പത്തിനും മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത തൊഴിലിടങ്ങളിലെ സുരക്ഷയ്ക്കും ഊന്നൽ നൽകുന്ന സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്നാണ് MSC ELSA 3 അപകടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.